ഇംതിയാസ് കരീം കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ് ഉള്ളത് എനിക്ക് തോന്നുന്നു വനംവകുപ്പിന്റെ ബേസ് ഓഫീസിലാണെന്ന് തോന്നുന്നു. ഇംതിയാസ്, അവിടെ നിന്ന് ഇപ്പം നേരത്തെ ഈ തടാട്ട് ഭാഗത്തേക്ക് പോയ RRT സംഘവും വെറ്ററിനറി ഡോക്ടർമാരും ഒക്കെ മടങ്ങി വന്നിരുന്നു. അവർ വീണ്ടും എപ്പോഴായിരിക്കും ഈ കടുവ ഈ നിൽക്കുന്ന ഭാഗത്തേക്ക് പോവുക? ആര്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് ബേസ് ക്യാമ്പ് പരിസരത്തല്ല. അവിടെ നിന്ന് മാധ്യമങ്ങളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. കാരണം ഈ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അവർ മാറ്റിയത്. പോലീസ് തന്നെ എത്തി അങ്ങനെ പറയുകയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് നേരത്തെ നമ്മൾ ഈ തറാട്ടിൽ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിൻ്റെ വശത്താണുള്ളത്. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വീണ്ടും ഒരു ആനയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ വിക്രം, സുരേന്ദ്രൻ എന്നീ പറഞ്ഞ 2 കുങ്കിയാനകളെ നേരത്തെ എത്തിച്ചിരുന്നു. അത് ദൗത്യത്തിന് വേണ്ടി അതിനെ ഇറക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ വീണ്ടും ഇതാ വനം വകുപ്പ് ഒരു ആനയെ കൂടെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇറക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് അതായത് ഇത്തരത്തിൽ ഇതൊരു കൂടുതൽ ആരോഗ്യവാനൊക്കെയായ കടുവയായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്കും പോകുന്നതോടെ ഒടുവിൽ കുങ്കിയാനകളെ അടക്കം ഇറക്കി ഒരു തിരച്ചിലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട നീക്കമായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ തന്നെയാണ് ഇവർ ഈ പ്ലാനിൽ ആദ്യഘട്ടത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നതും. അങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് തിരഞ്ഞു കണ്ടുപിടിച്ചാൽ നമുക്ക് വെടിവെച്ച് കടുവയെ പിടികൂടാം എന്നുള്ളതാണ്. ആ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഒടുവിൽ എത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു പൂർണ്ണമായ ആക്ഷൻ പ്ലാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ ദൗത്യം ഇപ്പോഴും വളരെ ആ രീതിയിൽ തന്നെ തുടരുന്നുമുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത് പുതിയൊരു കുങ്കിയാന കൂടി ഇംതിയാസ് വരികയാണ്. അപ്പം ഷൂട്ടഡ് സൈറ്റ് ആണ് അവരുടെ ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അതായത് കടുവയെ എങ്ങനെയെങ്കിലും മെരുക്കി കൂട്ടിലേക്ക് കയറ്റാൻ തന്നെയാണ് ഇപ്പോഴും പ്രഥമ പരിഗണന നൽകുന്നത്, അല്ലേ? അത് അങ്ങനെ തന്നെയാണ്. കൂട് വെച്ചിടത്ത് ആ രീതിയിൽ തന്നെ നിരീക്ഷണങ്ങളും പരിശോധനയും ഒക്കെ നടക്കുന്നുണ്ട്, ക്യാമറകളടക്കം. അതോടൊപ്പം കുങ്കിയാനകളും ഇതുപയോഗിച്ച് തിരച്ചിൽ നടത്തുക, എത്രയും പെട്ടെന്ന് കടുവയെ കൂട്ടിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് നോക്കുന്നത്. പക്ഷെ അതേസമയം ഇപ്പോൾ ഈ ദൗത്യ സംഘം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും വിധം അതായത് കടുവയെ ഒരു ഘട്ടത്തിലും പിടികൂടാൻ കഴിയുന്നില്ല, ഓടിപ്പോകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു നിർണായകമായ ഘട്ടത്തിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ അതിനെ വെടിവെച്ച് വീഴ്ത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ തന്നെയാണ് അരുൺ സക്രിയ സംഘമുള്ളത്. അങ്ങനെ രാവിലെ നമ്മളോട് ആ രീതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കുങ്കിയാനകളെ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിൽ അതിൽ നിന്ന് പിന്മാറുന്നില്ല. ആ രീതിയും ഉപയോഗിക്കാം. കഴിയാവുന്ന എല്ലാ തരത്തിലുള്ള രീതികളും ഉപയോഗിച്ചുകൊണ്ട് കടുവയെ പിടികൂടുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ഈ ഷൂട്ടഡ് സൈറ്റൊക്കെ ഒരു പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് അത്തരം കാര്യങ്ങളിലേക്കും നീങ്ങുന്നുമുണ്ട്. ആര്യ, എന്തായാലും ഇപ്പോൾ കുങ്കിയാനകളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നു. അതിനെ ഇറക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇംതിയാസാണ് നമുക്ക് വിവരങ്ങളും ആ പുതിയ ദൃശ്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് തടാട്ട് മേഖലയിലേക്ക് പോകുന്ന വഴിയാണ്. അവിടേക്കാണ് ഇപ്പോൾ 3ാമത്തെ കുങ്കിയാനയെ, നേരത്തെ കോന്നി സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ വിക്രമിനെയും അവിടേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ അതിന് പുറമെയാണ് 3ാമത് ഒരു കുങ്കിയാനയെ കൂടി RRT ദൗത്യ സംഘം എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ കടുവയെ മെരുക്കാൻ കഴിയുമെങ്കിൽ കടുവയെ മെരുക്കുക, അതിന് തന്നെയാണ് ഇപ്പോഴും പ്രഥമ പരിഗണന നൽകുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഷെഡ്യൂൾഡ് 1 പ്രകാരം വന്യനിയമം അനുസരിച്ച് ഷെഡ്യൂൾഡ് 1 വരുന്ന വന്യമൃഗമാണ് കടുവ. അതുകൊണ്ട് ഏറ്റവും ആദ്യം കടുവയെ കൂട്ടിലാക്കാനുള്ള പരിശ്രമം തന്നെയായിരിക്കും നടക്കുക. കൂട്ടിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ മറ്റു ഓപ്ഷനുകളിലേക്ക് മയക്കുവെടി വെക്കുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു പക്ഷേ കടക്കുകയുള്ളൂ. നേരത്തെ മന്ത്രി OR കേളു സംസാരിച്ച സമയത്തും മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആ കടുവ കൂട്ടിന്റെ പരിസരത്തേക്ക് വരെ എത്തുന്നുണ്ട്, പക്ഷെ കൂട്ടിൽ കയറുന്നില്ല. അപ്പോൾ ആ സാധ്യത കൂടി ഒരു പക്ഷേ ഇന്നുകൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഈ ഷൂട്ടഡ് സൈറ്റ് അല്ലെങ്കിൽ മയക്കുവെടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഇന്ന് ഈ ദൗത്യ സംഘാംഗമായ ജയസൂര്യയെ ആക്രമിച്ച സമയത്ത് ഒരു തവണ വെടിയുതിർത്തിരുന്നു. പക്ഷേ അത് ആ ശ്രമം വിഫലമായി പോവുകയായിരുന്നു. കടുവ നമ്മൾ ആദ്യം നമ്മുടെ ഒരു അനുമാനം ഈ വളർത്തുമൃഗങ്ങളെ കൊല്ലാൻ വരുന്ന ഒരു കടുവ എന്ന നിലയിൽ അതിന് വയസ്സായി അവശനാണ്, അതുകൊണ്ട് വേട്ടയാടാനുള്ള ഒരു ആരോഗ്യമില്ല, അതുകൊണ്ടാണ് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. കെട്ടിയിട്ട വളർത്തുമൃഗങ്ങളെയൊക്കെ പിടിക്കുന്നത് അവശനായതുകൊണ്ട് എന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അത്ര പ്രായമില്ല കടുവയ്ക്ക്, അവശനല്ല, പൂർണ്ണ ആരോഗ്യവാനാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്നത്. ഒരു കുങ്കിയാനയെ കൂടി, അപ്പോൾ മൊത്തം 3 കുങ്കിയാനകൾ ഈ കടുവയെ മെരുക്കാൻ വേണ്ടി പഞ്ചാരക്കൊല്ലി ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. 3
കുങ്കിയാനകൾ, ഒന്ന് വയനാടിനെ വിറപ്പിച്ച കോന്നി സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ വിക്രം, ഇപ്പോൾ കുങ്കിയാനയായ ഭരത് കൂടി, അങ്ങനെ 3 കുങ്കിയാനകൾ അവിടേക്ക് എത്തുകയാണ് കടുവയെ പിടികൂടാൻ വേണ്ടി.